അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു ചെറിയ വീഡിയോ, ചെറിയത് എന്ന് പറഞ്ഞാൽ വളരെ ഉപദേശം സിദ്ധിക്കുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീഡിയോ. ഇൻഷാ അല്ലാഹ് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഒരു ദിവസം ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു കിഴവി വന്നു. കിഴവി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വൃദ്ധ, വയസ്സ് കൂടുതലുള്ള, പ്രായം കൂടുതലുള്ള ഒരു സഹോദരി. സ്വഹാബിയത്താണ്, സ്വഹാബി വനിതയാണ്. അവര് വന്നുകൊണ്ട് ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ദുആ ചെയ്യാൻ വേണ്ടി പറയാണ്. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണമെന്ന് ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വന്ന സഹോദരി ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, കിഴവികളൊന്നും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. കിഴവികളൊന്നും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയാമല്ലോ. സ്വർഗത്തിലുള്ളവരുടെയൊക്കെ പ്രായം 33 വയസ്സ് പ്രായമായിരിക്കും. അപ്പോ കിഴവികളൊന്നും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോ ഈ വന്ന സഹോദരി, ഈ സ്വഹാബിയത്താകുന്ന വനിത കരയാൻ തുടങ്ങി. നല്ലവണ്ണം കരഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് സമാധാനപ്പെടുത്തി പറഞ്ഞു അത്രേ, ഞാൻ പറഞ്ഞത് കിഴവികളായ ആളുകൾ സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ്. അതായത് അന്ന് നിങ്ങൾ കിഴവിയല്ല യുവതിയായിരിക്കും, എന്ന് ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ വന്ന സഹോദരിയോട് പറഞ്ഞപ്പോഴാണ് സഹോദരിക്ക് സമാധാനമായത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാനൊന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിഴവികൾ സ്വർഗത്തിൽ കിടക്കുകയില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും അങ്ങോട്ട് ഓർമ്മ വരിക എന്താണ്? സ്വർഗത്തിൽ കിടക്കുകയില്ലേ ഞാൻ എന്ന വിഷമാണ് ആ സഹോദരിക്ക് ഉണ്ടായത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തമാശയായിരുന്നു ഇത്. അവര് മനസ്സിലാക്കിയെടുത്ത് എന്ത് ചെയ്തു? ചെറിയ അബദ്ധം സംഭവിച്ചത് മാത്രമാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കിഴവികൾ സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്നാണ്. അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം കിഴവിയല്ല അന്ന് ആ സഹോദരി ഉണ്ടാവുക, അന്ന് യുവതി ആയിക്കൊണ്ടായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക എന്നാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവിടെ ആ സഹോദരി കരഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഒരു തമാശയായിരുന്നു ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. അപ്പോ നമുക്ക് നല്ല തമാശകൾ പറയാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നല്ല തമാശകൾ നമുക്കും പറയാം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന അത്തരത്തിലുള്ള മറ്റുള്ളവരെ കളിയാക്കുന്ന തമാശകളൊന്നും നമുക്കും അനുവദനീയമല്ല. ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല തമാശകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.